യോ ഗൈസ് വാട്സ്ആപ്പ് तो कैसे हैं आप लोग? അങ്ങനെ വീണ്ടും ഒരു ജൂൺ മാസം എത്തിയിരിക്കുകയാണ്. സ്കൂളുകളൊക്കെ തുറന്നു. ആൻഡ് എന്തൊക്കെയുണ്ട് ഗൈസ് നിങ്ങളുടെ വിശേഷം? വീണ്ടും ഒരു ദിവസം ഞാൻ പ്ലേ സ്റ്റോർ കണ്ടന്റിന് വേണ്ടി തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ആപ്പ് ഞാൻ കാണുന്നത്. ആപ്പിന്റെ പേരാണ് ബിബി അല്ല ബി അതായത് ബീച്ച് ബഗ്ഗി. സോ ഈ ഒരു ഗെയിം ഞാൻ പണ്ട് അഡിക്റ്റഡ് ആയിരുന്നു. ഈ ഗെയിം കളിക്കാണ്ട് ഞാൻ ഇരുന്ന ഒരു ദിവസം പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. കാരണം ഈ ഗെയിം അത്രമാത്രം അഡിക്റ്റീവ് ആയിരുന്നു. കാരണം ഓരോ ലെവൽ കഴിയുമ്പോഴും ബോസിന്റെ അടുത്തെത്താനുള്ള ഒരു ത്വരയായിരുന്നു, ബോസിനെ അടിച്ചിടാനുള്ള. പക്ഷെ എന്ത് ചെയ്യാൻ ഗൈസ്, തോറ്റ ടോക്കൺ തീരുമായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ബീച്ച് ബഗ്ഗിയുമായിട്ട് എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. സോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ഈ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. സോ നമുക്ക് കളിക്കാം. ഗെയിം പണ്ടത്തെ പോലെ തന്നെയാണ്. തുറക്കുമ്പോൾ നമ്മുടെ മെയിൻ ഹീറോ ആയിട്ടുള്ള യവൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ആൻഡ് ഇവന്റെ ആ ഒരു കാറും ഉണ്ട്. സോ ഞാൻ പണ്ടേ ഈ ഒരു ഗെയിമിൽ പ്രൊമാക്സ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ട്രെയിനിങ് പരിപാടിയല്ല ഞാൻ ഷടപടേന്ന് തീർത്തു. സോ ഇനി നമുക്ക് ലെവൽ ഫസ്റ്റിൽ പോവാം. ലെവൽ ഫസ്റ്റ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തുടക്കം ആയതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല. സോ ഞാൻ ആ ഗെയിം വളരെ സിമ്പിളായിട്ട് തന്നെ, കാരണം ഞാൻ പ്രോ മാക്സ് ആണല്ലോ, സോ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഞാൻ ആ ഗെയിം ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ലെവലും എനിക്ക് അതുപോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് ലെവൽ പോലെ വലിയ ഹാർഡറൊന്നുമല്ല. സെക്കൻഡ് ലെവലും അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ട്രൈ തന്നെ ആ ഗെയിം ഇത് തീർത്തു. ആൻഡ് തേർഡ് റൗണ്ടിലേക്ക് കയറിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റിനും ആരുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഈ ഒരു ലെവൽ എനിക്ക് ഓർമ്മ വന്നു. ഇത് നമ്മൾ ഇത്ര സെക്കൻഡിനുള്ളിൽ തീർക്കണം, അങ്ങനെ എന്തോ ആണ്. സോ സ്പീഡ് ബൂസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. സോ അത് വെച്ച് ഞാൻ ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്തു വിത്ത് 3 സ്റ്റാർ. ഈ 3 റൗണ്ട് സിമ്പിളായി തീർത്ത ഞാൻ 4th റൗണ്ടിലെത്തി. 4th റൗണ്ട് ആ 3 റൗണ്ട് പോലെ തന്നെ ഞാൻ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ജസ്റ്റ് ഫസ്റ്റ് അടിച്ചു. ആൻഡ് പിന്നീടാണ് ഞാൻ 5th റൗണ്ടിലേക്ക് കയറിയത്. ആൻഡ് 5th റൗണ്ടിൽ ഞാൻ എല്ലാവരെയും പിന്നിലാക്കി ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഞാൻ ആ ഫിനിഷ് ലൈൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുത്തൻ എൻ്റെ നേരെ റോക്കറ്റ് വിട്ടു. അങ്ങനെ ആ റോക്കറ്റിൽ ഞാൻ നിലപതിച്ചു. തോറ്റു എന്ന് വിചാരിച്ചെടുത്ത് തന്നെ ഞാൻ എഴുന്നേറ്റ് ഓടി. ആൻഡ് ആ ഒരു റൗണ്ടിലും ഞാൻ ഫസ്റ്റ് അടിച്ചു. ആൻഡ് 5th റൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നെക്സ്റ്റ് വാസ് ദ ബോസ്. ഇനി ഞാൻ കുറച്ച് സ്റ്റോറി കൂടി പറയാം. സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1. ബീച്ച് ബഗ്ഗി എന്ന സമുദ്രത്തിൽ ഒരു സ്രാവ് ഉണ്ടായിരുന്നു. ആ സ്രാവ് അത്രയും നേരം നേരിട്ടുകൊണ്ടിരുന്നത് നത്തോലി, അയല, ചാള പോലുള്ള മീനുകളോടായിരുന്നു. പക്ഷേ ആ സ്രാവിനറിയില്ലായിരുന്നു ആ സമുദ്രത്തിൽ വലിയൊരു തിമിംഗലമുണ്ടെന്ന്. ഇപ്പോൾ ആ സ്രാവ് ആ തിമിംഗലത്തിനോടൊപ്പം മത്സരിക്കാൻ പോയിരിക്കുകയാണ്. ആരാണ് ഈ തിമിംഗലം? ദ ബോസ്. ആരാണ് ഈ ബോസ്? അതൊരു ഒന്നൊന്നര അവതാരമാണ്. ഒന്ന് ബിൽഡപ്പ് ഒക്കെ ആയി വന്ന അവൻ്റെ ഒരു ഓഞ്ഞ മോന്ത. എന്തായാലും റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ബോസുകളെല്ലാം റോക്കറ്റ് വിട്ട പോലെ പോകേണ്ട സമയത്ത് ഇവനും അതുപോലെ തന്നെ റോക്കറ്റ് വിട്ടാണ് പോയത്. പക്ഷെ റോക്കറ്റിന്റെ പുറകിൽ തീയാണെങ്കിൽ ഇവന്റെ പുറകിൽ മൊത്തം പൂക്കളാണ്. ഇവൻ പൂക്കൾ വാരി വെതറിക്കൊണ്ടാണ് പോയത്. ആൻഡ് ഫിനിഷ് ലൈൻ ബോസ് ആദ്യമേ കടന്നു. സോ ഞാൻ തോറ്റു എന്ന് വിചാരിച്ച് ഞാനും കടന്നു. ബട്ട് അപ്പോഴും പ്രകൃതി എൻ്റെ കൂടെയായിരുന്നു. കാരണം ഈ ഒരു റൗണ്ടിൽ ഒരു സെക്കൻഡ് ലാപ്പും കൂടെ ഉണ്ടായിരുന്നു. സോ ഞാൻ കത്തിച്ചു വിട്ട് ബോസിനെ കടത്തുട്ടി സെക്കൻഡ് ലാപ്പും കടന്ന് ഫസ്റ്റ് അടിച്ചു. ഈ ഒരു സന്തോഷത്തിൽ തന്നെ ഞാൻ ഗെയിം ബാക്ക് അടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്തു. കാരണം എനിക്ക് മടുത്തു, എൻ്റെ കണ്ടന്റ് ഇവിടെ തീർന്നു. സോ വീഡിയോ തീരാനായി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, June 4. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്.